ഇന്നത്തെ വചനചിന്ത, ഒരു വാതിൽ അടയുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമായ വാതിൽ തുറക്കപ്പെടും. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ഭക്തന്മാരുടെ മുൻപിൽ ഒരു വാതിൽ അടയുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വാതിലിനെ ദൈവം തക്ക സമയം തുറന്നതായി കാണാം. ഭക്തനായ ഏലിയാവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ദൈവശബ്ദം കേട്ട് കെരീത്തോട്ടിൽ ഭക്തനായ ഏലിയാവ് കാക്കയുടെ വരവിനായി കാത്തിരുന്നു. എന്നാൽ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ കാക്കയുടെ വരവ് നിന്നു. പ്രകൃതി നൽകിയ ഉറവ കെരീത്തോട്ടിൽ വറ്റി. രണ്ട് വാതിലുകളും ഭക്തനായ ഏലിയാവിൻ്റെ മുമ്പിൽ അടയപ്പെട്ടപ്പോൾ അതിനേക്കാളും ശ്രേഷ്ഠമായ രണ്ട് ഉറവകളെ സെരാഭാത്തിലെ വിധവയുടെ ഭവനത്തിനകത്ത് ഭക്തനായ ഏലിയാവിന് വേണ്ടി ദൈവം തുറന്നു. കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അഭിഷേകമുള്ള കരം ചലിച്ചപ്പോൾ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും പിന്നെ വറ്റിയില്ല. വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിനകത്ത് അടയപ്പെട്ട വാതിലുകളെ കണ്ട് താങ്കൾ ഭാരപ്പെടേണ്ട. കാരണം അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വാതിലിനെ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി തക്ക സമയം ദൈവം തുറക്കുവാനിടയാകും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഒരിടത്ത് നാം അവഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായും മറ്റൊരിടത്ത് നമ്മെ ദൈവം മാനിക്കും. ഒരു വാതിൽ നമുക്ക് മുൻപിൽ അടഞ്ഞാൽ പകരം അതിനേക്കാൾ നല്ല വാതിൽ ദൈവം നമുക്കായി തുറക്കും. ചിലർ വീഴ്ത്തുവാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ മറുവശത്ത് നമ്മെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാനും ആരെങ്കിലും ഉണ്ടാകുമെന്ന് ഓർക്കണം. ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് ഒരാളെ അയക്കും. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥത കാണിച്ചിട്ടും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ഒരു നാൾ നമ്മൾ അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ തല ഈ നിമിഷം താഴ്ന്നിരിക്കുവാണെങ്കിൽ താങ്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. താങ്കളുടെ തലയെ നിവർത്തുന്ന ദൈവം താങ്കളോട് കൂടെയുണ്ട്. ചിലരാൽ നാം അപമാനിക്കപ്പെടുമ്പോൾ മറ്റു ചിലരാൽ നാം അഭിമാനമുള്ളവരായി മാറും. വാക്തത്വമുള്ളവനെ, അഭിഷേകമുള്ളവനെ മനുഷ്യർ താഴ്ത്തുവാൻ നോക്കുമ്പോൾ, മനുഷ്യർ പിന്നിലാക്കുവാൻ നോക്കുമ്പോൾ ദൈവം മുന്നിൽ കൊണ്ടുവരുവാനിടയാകും. ഭക്തനായ ദാവീദിനെ മനുഷ്യരെല്ലാവരും പിന്നിലാക്കുവാൻ നോക്കി. സ്വന്തം സഹോദരങ്ങളും അപ്പനും ഭക്തനായ ദാവീദിനെ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ദൈവം ഭക്തനായ ദാവീദിനെ മുന്നിൽ കൊണ്ടുവന്നു ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റി. ഭക്തനായ യോസേഫിനെ സ്വന്തം സഹോദരങ്ങൾ പിന്നിലാക്കുവാൻ ശ്രമിച്ചു. പൊട്ടക്കിണറ്റിലിട്ടു, കാരാഗൃഹത്തിലായി. എന്നാൽ ദൈവം ഭക്തനായ യോസേഫിനെ മിസ്രൈമിലെ മന്ത്രിയാക്കി മാറ്റി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, മനുഷ്യർ പിന്നിലാക്കിയാലും ദൈവം നൽകുന്ന വാക്തത്വം തക്ക സമയത്ത് ദൈവം വാക്തത്വം നിവൃത്തീകരിക്കും. ദൈവം ശ്രേഷ്ഠമായി പുതിയ വാതിൽ തുറന്ന് ശ്രേഷ്ഠ പദവി നൽകി മാനിക്കുവാനിടയാകും. എല്ലാ വാതിലുകളും അടയുമ്പോൾ, മനുഷ്യർ പിന്നിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഭാരപ്പെടേണ്ട. നമ്മെ ഉയർത്തുന്ന, ശ്രേഷ്ഠമായി മാനിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് ഓർക്കണം. ഹബക്കുക്ക് പ്രവചന പുസ്തകം 2-ാം അധ്യായം 3-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും വരും, അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19-ാം തിരുവചനം വായിക്കുമ്പോൾ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പറയുന്നു. ദൈവം നമുക്ക് വേണ്ടി പുതിയ വഴികളെ, പുതിയ വാതിലുകളെ തുറന്നു നൽകുവാനിടയാകും. കർത്താവ് ഒരു വാതിൽ തുറന്നാൽ അവയെ ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. കർത്താവ് ഒരു വാതിൽ അടച്ചാൽ അതാർക്കും തുറക്കുവാൻ സാധ്യമല്ല. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, വചനം ശ്രവിക്കുന്ന താങ്കളോട് കൂടെ എല്ലായ്പ്പോഴും യേശുവുണ്ട്. എന്നാൽ യേശുവിൻ്റെ കൂടെ സമയം ചെലവിടുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? യേശുവിൻ്റെ കൂടെ നടക്കുവാൻ, യേശുവിനോടൊപ്പം ഇരിപ്പാൻ, യേശുവിനോടൊപ്പം സംസാരിപ്പാൻ പലപ്പോഴും നമുക്ക് സമയം ലഭിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഏതു സമയത്തും നമ്മുടെ സമയത്തെയും സൗകര്യത്തെയും കുറവുകളെയും നോക്കാതെ എപ്പോഴും നമ്മോടുകൂടെ നടക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങളിൽ ഇറങ്ങി വരുന്ന, നമ്മുടെ ആപത്ത് കാലത്ത് നമ്മെ സംരക്ഷിക്കുന്ന, നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന, മനുഷ്യരെല്ലാവരും മാറി നിൽക്കുമ്പോൾ നാം ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലും ഇറങ്ങി വന്ന് ധൈര്യപ്പെടുത്തുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതിനാൽ മനുഷ്യനിൽ ആശ്രയിക്കാതെ ജീവനുള്ള കർത്താവിൽ ആശ്രയിക്കുക. ഭക്തനായ ദാവീദ് വിളിച്ചു പറഞ്ഞു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന്.
അതിനാൽ ഈ നാളുകളിൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ നാം സമയത്തെ വേർതിരിക്കണം. ദൈവം നമ്മെ പരിപാലിച്ച് മുന്നോട്ട് നടത്തുന്നു. ദൈവം നമുക്ക് വേണ്ടി ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. സകല സമയവും നമ്മെ ഉപേക്ഷിക്കാതെ, തള്ളിക്കളയാതെ ഉള്ളം കൈയിൽ കർത്താവ് നമ്മെ വഹിക്കുന്നു. എല്ലായ്പ്പോഴും അവിടുന്ന് നമ്മെ സഹായിക്കുന്നു. അതിനാൽ യേശുവിനെ പോലെ ആരാധ്യൻ വേറെ ഒരുവനില്ല. യേശുവിനെ പോലൊരു ദൈവം ഈ ലോകത്ത് മറ്റാരുമില്ല. നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി പുതിയ വാതിൽ തുറക്കുന്ന കർത്താവ് കൂടെയുണ്ട്. ആകയാൽ കർത്താവിൽ കൂടുതൽ ആശ്രയിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്ക് കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.